ഹലോ നമസ്കാരം. എല്ലാവർക്കും നിക്കൂസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു നോൺ വെജ് ഫിഷ് ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ഒരു ചിക്കൻ പെരട്ടാണ്. ട്രിവാൻഡ്രം സൈഡിലെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള കട്ടച്ചക്കുഴി ചിക്കൻ. അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? ഇപ്പം എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ കട്ടച്ചക്കുഴി ചിക്കൻ എന്ന്. ഇല്ലേ, ഇത് ട്രിവാൻഡ്രം സൈഡിൽ ഉള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ് കട്ടച്ചക്കുഴി. അതായത് സിറ്റി വിട്ടിട്ട് കുറച്ച് ഉള്ളിലോട്ടുള്ള. അവിടെ ആദ്യകാലങ്ങളിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടായിരുന്നു കട്ടച്ചക്കുഴി ചിക്കൻ. എങ്കിൽ ഇപ്പോൾ ഇത് ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ട്രിവാൻഡ്രത്തായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇത് കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കഴിച്ച് ഇഷ്ടപ്പെട്ട് അതിൻ്റെ റെസിപ്പി ഒരുപാട് അന്വേഷിച്ച് അങ്ങനെ ആ കടയിൽ തന്നെ, ആ ഫേമസ് ആയിട്ടുള്ള കട ഇപ്പോഴും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ട്രിവാൻഡ്രത്ത് മറ്റ് സ്ഥലങ്ങളിൽ ആദ്യകാലങ്ങളിൽ അവിടെ മാത്രമായിരുന്നു. എങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫേമസ് ആയിട്ടുള്ള കടയിൽ തന്നെ പോയി നമ്മളതിൻ്റെ റെസിപ്പിയൊക്കെ അന്വേഷിച്ച് അവർ നമുക്കത് പറഞ്ഞത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. എങ്കിൽ കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നാടൻ ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടാണ് അവർ കടയിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ അത് വാങ്ങി ഉപയോഗിക്കേണ്ടതാണ്. ബ്രോയിലർ ചിക്കനിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ നാടൻ ചിക്കൻ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഉള്ളിയോ തക്കാളിയോ അത് വഴറ്റിൽ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇതിലില്ല. പിന്നെ എങ്ങനെയാണെന്നല്ലേ, അതായത് കുറച്ച് പൊടികൾ മാത്രം എണ്ണയിൽ വഴറ്റി, അത് നമ്മൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്കിൽ കൂടി പൊടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പറയണം. ആ കടക്കാർ നമ്മളോട് പറഞ്ഞത് അവരുടെ അവിടെ തന്നെ പൊടിച്ച് ഉണ്ടാക്കുന്ന പൊടികളാണ് അവർ എടുക്കുന്നതെന്നാണ്. ആ പൊടികൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട്, അതായത് മല്ലിപ്പൊടി ആണെങ്കിലും മുളക് പൊടി ആണെങ്കിലും ഗരം മസാല ആണെങ്കിലും നല്ല ഫൈൻ പൗഡറായിട്ട് അവർ പൊടിക്കുന്നില്ല. നല്ല തരിതരിപ്പോട് കൂടിയുള്ള പൊടിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ തരിയായിട്ടുള്ള പൊടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. പക്ഷെ ഞാനിന്നിവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പൊടിയല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ് ഉള്ളത്. അതിപ്പോൾ ഞാനിപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു കടക്കാരും അവരുടെ ഒരു ട്രേഡ് സീക്രട്ട് അങ്ങനെ 100% വിട്ട് നമുക്ക് ആർക്കും പറഞ്ഞു തരില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും അതിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് വട്ടം കഴിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് അത് ഏകദേശം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഏകദേശം അല്ല, ഒരു 95% അത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കഴിയുന്ന അതേ ടേസ്റ്റിൽ 1-2 വട്ടം ഉണ്ടാക്കിയാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് പൊടികളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാത്രം. നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം ഇത് നമ്മൾ എന്തായാലും എടുക്കേണ്ടതാണ്. അതായത് ഒരു ഇരുമ്പ് ചീനച്ചട്ടി നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്നിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അധികം താമസിക്കാണ്ട് നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ ഇപ്പോൾ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് പൊടികൾ ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ പറയാം. അതല്ലാണ്ട് നമുക്ക് വേണ്ടത്
രമ്പയില എന്ന് പറഞ്ഞിട്ടൊരു ഇല കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ശരിക്കും അതാണ് ഇതിന് വേണ്ടത്. അതായത് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് പുതിന ലീഫ്. ഇനി കറി ലീഫ്. അതിന് വേവാനായിട്ടുള്ള ഒരു ഇത് റെഡിയാക്കി കൊടുക്കണം. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഡൈവേർട്ടായി പോയതാണ്. അതായത് നമ്മൾ ആദ്യം ചീനച്ചട്ടി വെച്ച് കടുകിട്ടു. അതിനുശേഷം ഫസ്റ്റ് ഞാനിവിടെ ബേ ലീഫാണ് ഇട്ട് കാണിച്ചത്. ശരിക്കും ഈ റെസിപ്പിക്ക് വേണ്ടത് രമ്പ ഇല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലയാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇല്ല. അതുകൊണ്ട് അതിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഞാൻ ബേ ലീഫ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ രമ്പ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ റെസിപ്പിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ രമ്പ ഇല തന്നെ ആഡ് ചെയ്യണം. അത് ഏകദേശം ഇതുപോലെ തന്നെ ഒരു ചെറിയ പിടി ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളവും ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത്